ഈ ഇന്ത്യ മഹാരാജ്യത്ത് 28 സ്റ്റേറ്റ് ഉണ്ടെന്നാണ് എൻ്റെ ധാരണ. പക്ഷേ കേരളം ഒഴിച്ച് ഒരു സ്റ്റേറ്റിലും, എല്ലാ സ്റ്റേറ്റിലും പ്രതിപക്ഷമുണ്ട്, ഒരു സ്റ്റേറ്റിലും ആ പ്രതിപക്ഷത്തിൻ്റെ ദൗത്യം ഏതാണോ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി, ആ പാർട്ടി ചെയ്യുന്നില്ല. അതാണ് ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ ഏറ്റവും വലിയ പരാജയം. ജനകീയ പ്രശ്നങ്ങൾ ഒന്നും ഏറ്റെടുക്കാൻ ഒരു നേതാക്കന്മാരും മറ്റുള്ള സ്റ്റേറ്റുകൾ തയ്യാറില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നേരെ മറിച്ചാണ്. പ്രതിപക്ഷത്തിരിക്കുകയാണെങ്കിലും ഭരണപക്ഷത്തിരിക്കുകയാണെങ്കിലും ജനകീയ വിഷയങ്ങളിൽ എതിർക്കേണ്ടത് എതിർത്തും അനുകൂലിക്കേണ്ടവർ അനുകൂലിച്ചും നടക്കുന്ന ഒരു സമൂഹമാണ് കേരളം. മറ്റുള്ള സ്റ്റേറ്റുകൾ അങ്ങനെയല്ല. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കുറേ നേതാക്കന്മാർ തൊപ്പിച്ചിട്ടും ഒക്കെ ഇറങ്ങും, ന്യൂനപക്ഷ പ്രേമികളെന്നും പറഞ്ഞുകൊണ്ട്. UP-യിൽ യോഗി ആദിത്യനാഥ് നടത്തുന്ന നരഹത്യ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനം മാത്രമാണ് അവിടെ കാഴ്ചവെക്കുന്നത്. അതിനെതിരെ ശബ്ദമുയർത്താൻ അവിടെ അഖിലേഷ് യാദവിൻ്റെ ഒരു പാർട്ടിയുണ്ട്. ഒരു 10 ആളെ കൂട്ടിങ്ങാണ്ട് ഒരു പ്രകടനം നടത്താൻ അഖിലേഷ് യാദവിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനി ഇലക്ഷൻ വരുമ്പോൾ ചുവന്ന തൊപ്പിയിട്ട് ഇറങ്ങും, ഞങ്ങൾ ന്യൂനപക്ഷ സംരക്ഷകരാണ്, മറ്റാണ് മറിച്ചാണ്. ഇതിനൊന്നും പൗരന്മാരെ വോട്ട് കിട്ടില്ല. പണിയെടുക്കണം, പണിയെടുത്താലേ വോട്ട് കിട്ടുള്ളൂ, അവിടെ വിജയിക്കുകയും ചെയ്യും.